മിക്ക വീടുകളും വാസയോഗ്യമല്ലാതെയായി മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്തൊരു വലിയ ഇരുട്ടടിയാണ് അവിടെയുള്ള ആളുകളുടെ മേൽ ഇന്ന് രാവിലെ ഉണ്ടായത്. ലൈസൻസ് ഇല്ല ആ പടക്കശാലയ്ക്ക് അല്ലെങ്കിൽ ആ ഷെഡിന് പ്രവർത്തിക്കാനെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട്. എന്നിട്ടും ഇത്രയധികം ഉഗ്രസ്ഫോടന ശേഷിയുള്ള പടക്കങ്ങൾ പിന്നെ എങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞു, അവിടേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞു, ഒരു തരത്തിലുള്ള ചെക്കിങ്ങും പരിശോധനയും എന്തുകൊണ്ടാണ് എവിടെയും ഒരു ഭാഗത്തും ഇല്ലാതെ പോയത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്ന് അറിയുന്നു. 20ഓളം വീടുകൾക്ക് നോക്കൂ, ഇന്നലെ ഗൃഹപ്രവേശം കഴിഞ്ഞൊരു വീടാണ്. എത്രയെത്ര സ്വപ്നങ്ങൾ കണ്ടായിരിക്കും അവർ ആ വീട്ടിലേക്കൊക്കെ മാറിയിട്ടുണ്ടാവുക. ഇന്ന് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കാലുകുത്താൻ പോലും കഴിയാതെ നിൽക്കുകയാണ്. 2 കാറുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എത്രയോ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഷെഡിന് സമീപമുള്ള മിക്ക ഇരുനില വീടുകളുടെയും മേൽക്കൂരകളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. വീണ്ടും ശ്യാമിലേക്ക് പോവുകയാണ്. ശ്യാം, ഒരുപക്ഷെ ആളുകൾ അവിടെയുള്ള ആളുകളായിരിക്കില്ല ഈ തടിച്ചുകൂടി നിൽക്കുന്നത്. സംഭവം അറിയാൻ വന്ന ആളുകളും ഉണ്ടാകും. കാരണം ഈ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. അവർക്ക് പ്രാഥമികമായ ചികിത്സ നൽകുകയാണ്, അവരെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാം, ഈ ദൃക്സാക്ഷികളോട് സംസാരിച്ചപ്പോൾ, അവിടെ എത്തി സംസാരിച്ചപ്പോഴും ഈ പൊട്ടിത്തെറിക്കല്ലേ, ഈ സ്ഫോടനത്തിന് കാരണം എന്താണ്? ഫയർഫോഴ്സിന്റെ ഒക്കെ ഒരു പ്രാഥമികമായ നിഗമനം എന്താണ്? ഈ പൊട്ടിത്തെറിക്ക് പിന്നിൽ എന്താണെന്നാണ്? അതായത് ഈ പടക്കം ഇവിടെ നിർമ്മിച്ചതല്ല, അത് പുറത്തു നിന്ന് കൊണ്ടുവന്നതാണ്. അത് പാലക്കാടോ തൃശ്ശൂരോ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എവിടെ നിന്നാണ് എന്നത് കൃത്യമായിട്ടും വ്യക്തമായിട്ടില്ല. പക്ഷേ ഈ വാഹനം ഇവിടെ എത്തിയ ശേഷമാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് കൂടുതലായിട്ടും പരിക്കേറ്റത്, ഗുരുതരാവസ്ഥയിലായത്. വാഹനത്തിലുണ്ടായ ആളാണ് ഈ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ വിഷ്ണു. ഈ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉത്സവം നടന്നു വരികയാണ്. ഇന്നലെയായിരുന്നു തെക്കും ഭാഗത്തിൻ്റെ വെടിക്കെട്ട്. പുലർച്ചെയും രാത്രിയോടും കൂടിയാണ് ഈ വെടിക്കെട്ടുകൾ നടക്കാറ്. ഇന്ന് വടക്കും ഭാഗത്തിൻ്റെ വെടിക്കെട്ടാണ്. അത് പുലർച്ചയോടുകൂടി ഒരു വെടിക്കെട്ടുണ്ടായിരുന്നു. വൈകിട്ടാണ് വലിയ തോതിൽ ആ വെടിക്കെട്ട് നടത്തുക. അങ്ങനെ നടത്താൻ വേണ്ടി കൊണ്ടുവന്ന പടക്കങ്ങളാണ് ഇന്ന് ഇവിടെ അപ്രതീക്ഷിതമായിട്ട് പൊട്ടിത്തെറിക്കുകയുണ്ടായത്. ഈ പ്രദേശത്ത് ഒരുപാട് വീടുകൾ തിങ്ങി നിറഞ്ഞ ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഒട്ടനവധി വീടുകളിലേക്ക് ഈ പടക്കം ഇതിൻ്റെ പ്രകമ്പനം കൊണ്ട് ചില്ലുകളും മറ്റും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുതന്നെയാണ് ഈ കൂടുതൽ ആളുകൾ ഇങ്ങനെ പാനിക്കായത്. ഇത്രയും വലിയ രീതിയിൽ ഈ ഒരു ദുരന്തം വിതച്ചത് ഒരുപാട് ആളുകൾ പേടിയോടുകൂടി തന്നെയാണ് ഇപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത്. കാരണം അവർക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന്. ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു ഭൂമികുലുക്കം പോലെയാണ് അനുഭവപ്പെട്ടത് എന്നാണ് പലരും വ്യക്തമാക്കിയത്. പക്ഷേ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി പിന്നീട് ഫയർഫോഴ്സും മറ്റുമൊക്കെ എത്തിയ ശേഷമാണ് ഇത് പടക്കങ്ങൾ പൊട്ടിത്തെറിച്ച ഉണ്ടായ ഒരു അപകടമാണ് എന്ന് അവർക്ക് ബോധ്യമാകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ പടക്കം പൊട്ടിത്തെറിച്ച് ഏകദേശം 300 മീറ്റർ അപ്പുറത്താണ്. അവിടുത്തെ ഈ വീടുകളും മറ്റുമൊക്കെയാണ്. ഈ വീടുകളൊക്കെ പൂർണ്ണമായിട്ടും നശിച്ച ഒരവസ്ഥയാണ്. ഇവിടെ എല്ലായിടത്തും ഏകദേശം തിങ്ങി നിറഞ്ഞ് വീടുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് തൊട്ടിപ്പുറത്ത് ഈ വീടുകളൊക്കെ പൂർണ്ണമായിട്ടും ഭിത്തി അടക്കം പൂർണ്ണമായിട്ടും പോയ ഒരവസ്ഥയുണ്ട്. ചില്ലുകളെല്ലാം എല്ലാ വീടുകളുടെയും ജനാലകളുടെയും ചില്ലുകളെല്ലാം തന്നെ പൊട്ടി നശിച്ച ഒരവസ്ഥയാണ്. ചില്ലുകളെല്ലാം ചിതറിക്കിടക്കുന്നു. പലർക്കും ഈ പരിക്കേറ്റ കൂടുതൽ ആളുകൾ, അതായത് ഈ സ്ഫോടനത്തിന് ശേഷം അതിൻ്റെ പ്രകമ്പനം മൂലമുണ്ടായ അപകടങ്ങൾ, അങ്ങനെ അപകടത്തിൽപ്പെട്ട ആളുകളാണ് ഈ പരിക്കേറ്റവരുടെ എണ്ണം കൂടാനിടയായത്. ഈ ചില്ലുകളും മറ്റുമൊക്കെ തെറിച്ചത്. പിന്നെ ഈ ഉച്ച സമയമായതിനാൽ പലരും ജോലിക്കും മറ്റുമൊക്കെ പോയതിനാലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു കാഷ്വാലിറ്റി ഉണ്ടാകാതിരുന്നത്. കാരണം നിരവധി ആളുകൾ മറ്റും ജോലിക്ക് പോയിട്ടുണ്ട്. ഈ പറയുന്ന പുതിയകാവ് എന്ന് പറയുന്ന ക്ഷേത്രം ഇവിടെ നിന്ന് ഏകദേശം 1.5-2 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. നമ്മളിപ്പോൾ ഒരു വീട്ടിലാണ് കയറിയിരിക്കുന്നത്. ഈ വീട്ടിലെയും മറ്റുമൊക്കെ ചില്ലുകളെല്ലാം പൊട്ടിയ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇങ്ങനെ ഇവിടുത്തെ എല്ലാ വീടുകളിലും, പല വീടുകളിലും ഇത്തരമാണ് അവസ്ഥ. ഒരുപക്ഷെ ഈ വീടുകളിലെ ആളുകളെല്ലാം തന്നെ ജോലിക്ക് പോവുകയായിരിക്കും. അവരെല്ലാം തിരികെ വരുമ്പോൾ തങ്ങളുടെ വീട് കാണുന്ന ഒരു അവസ്ഥ, അത് കാണുമ്പോൾ ഉണ്ടാകുന്ന വളരെ ഭയാനകമായ രീതിയിലേക്ക്
മാറിപ്പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത്രയേറെ കാരണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സമ്പാദ്യം ഒറ്റ നിമിഷം പൂർണ്ണമായിട്ട് ഇല്ലാതായി പോകുന്ന ഒരു സംഭവമുണ്ടല്ലോ, അത് നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും, അതായിരിക്കും ഇനി ഈ വീടുകളൊക്കെ ഇതിൻ്റെ വീട്ടുടമകളും മറ്റുമൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇവിടുത്തെ എല്ലാ വീടുകളിലും ഇത്തരത്തിൽ വലിയ തോതിൽ ഈ പ്രകമ്പനം മൂലം ചില്ലുകളും മറ്റും പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നശിച്ച അവസ്ഥകളാണ്. പല വീടുകളും നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ കൂടിയാണ്. ആ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അത് വളരെയേറെ നമുക്ക് പറയാവുന്നതിനും അപ്പുറമാണ്. ഈ ചിത്രങ്ങൾ തന്നെ നമുക്കത് കാണിച്ചു തരും. ഈ നമ്മളിപ്പോൾ ഉള്ളതൊരു നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടാണ്. ഈ വീട്ടിലെ ചില്ലുകളും മറ്റുമൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന ഒരു നിലയാണുള്ളത്. അങ്ങനെ എല്ലാ വീടുകളും ഒരു വീട് മാത്രമല്ല, എല്ലാ വീടുകളിലെയും സ്ഥിതി ഈ സമാനമായ അവസ്ഥ തന്നെയാണ്. ആര്യ, തീർച്ചയായും എത്രയോ വർഷത്തെ സ്വപ്നം, എത്രയോ വർഷത്തെ അധ്വാനമാണ് ഇങ്ങനെ അവരുടെ കൺമുന്നിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ഇത് പഴയ പോലെയാക്കണം, എങ്ങനെയാണ് ആ സ്വപ്നങ്ങൾ തുന്നിച്ചേർക്കുക എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പാവപ്പെട്ട മനുഷ്യർ. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ 16 പേർ ചികിത്സയിലുണ്ട്. അതിൽ 2 പേരുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ്. അവർ ആ പടക്കം കൊണ്ടുവന്ന ടെമ്പോ ട്രാവലറിലെ ജീവനക്കാരാണ്. കുട്ടികളും ചികിത്സയിലുണ്ട്. ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ വിഷ്ണുവാണ് മരിച്ചത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ കാരണം വലിയ മാരകമായ സ്ഫോടക ശേഷിയുള്ള എക്സ്പ്ലോസീവ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവിടെ ആ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.